നമസ്കാരം, ഭാരത് ലൈവിലേക്ക് സ്വാഗതം. ഫിറോസെ, ഇപ്പോ ദിലീപിന്റെ കേസ് വന്നതോടുകൂടി നേരത്തെ നമ്പിനാരായണൻ പോയതുപോലെ ഒരു മലേഷ്യസ് പ്രോസിക്യൂഷൻ ആ രീതിയിൽ കേസിന് പോകാനുള്ള സാധ്യതയുണ്ട് എന്ന് കഴിഞ്ഞ ദിവസം ഹിന്ദുവിന്റെ അഭിമുഖത്തിൽ ദിലീപ് പറയുന്നുണ്ട്. അപ്പോ ഇത് സർക്കാരിന് തിരിച്ചടിയാവുമോ? ഈ മലേഷ്യസ് പ്രോസിക്യൂഷന് പോകുന്നതുകൊണ്ട് പ്രോസിക്യൂഷന് തിരിച്ചടിയാവുമോ എന്നുള്ളതാണ് നമ്മൾ ചർച്ച ചെയ്യുന്ന വിഷയം. എന്താണ് ഈ വിഷയത്തിൽ ഫിറോസിന് പറയുന്നത്? ശ്രീല, ഒന്നാമത് ദിലീപ് അങ്ങനെ ഒരു സൂചന നൽകുന്നുവെങ്കിൽ പോലും ദിലീപ് അങ്ങനെ ഒരു കടന്ന കൈയിലേക്ക് പോകുമോ നമുക്കറിയില്ല. നമുക്ക് ഇപ്പോഴും ഉറപ്പില്ല. അങ്ങനെ ഒരു കേസിൽ ഇപ്പൊ നമ്പിനാരായണന്റെ കേസുമായിട്ട് പലരും ദിലീപിന്റെ സാമ്യപ്പെടുത്തുന്നവരുണ്ട്. അല്ലെങ്കിൽ നമ്പിനാരായണൻ വേട്ടയാടപ്പെട്ടതുപോലെ നിരപരാധിയായ ദിലീപിനെ വേട്ടയാടി ഇത്ര കാലവും ദിലീപിന് നഷ്ടപ്പെട്ട ഇത്ര വർഷങ്ങൾ ആര് തിരിച്ചു കൊടുക്കുമെന്നൊക്കെയുള്ള ചോദ്യങ്ങൾ സിനിമാ മേഖലയിൽ നിന്ന് തന്നെ എനിക്ക് തോന്നുന്നു നമ്മുടെ നിർമ്മാതാവ് സുരേഷ് കുമാർ അടക്കമുള്ള പലരും സിനിമാ മേഖലയിൽ നിന്ന് പലരും അങ്ങനെ ചോദിച്ചിട്ടുണ്ട്. അദ്ദേഹം നിരപരാധിയാണ് എന്ന് കോടതി കണ്ടെത്തുന്ന ഒരു സാഹചര്യത്തിൽ അദ്ദേഹം കുറഞ്ഞപക്ഷം പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയിൽ നിന്നെങ്കിലും അത്തരത്തിലുള്ള ഒരു വിധി ഉണ്ടാകുമ്പോൾ 3 പതിറ്റാണ്ട് പഴക്കമുള്ള നമ്പിനാരായണൻ കേസിൽ നമ്പിനാരായണൻ അല്ലെങ്കിൽ അദ്ദേഹത്തോടൊപ്പം ഉണ്ടായിരുന്നവർക്ക് സംഭവിച്ചത് ആ നിലയ്ക്കുള്ളൊരു വേട്ടയാടലും ഒരു ഗൂഢാലോചനയും ഒക്കെ തന്നെയാണോ എന്ന് പൊതുസമൂഹത്തിൽ നിന്ന് സംശയം ഉണ്ടായാൽ ഒരിക്കലും നമുക്ക് അത് തള്ളിക്കളയാനാകില്ല. നമ്പിനാരായണൻ കേസിലേക്ക് വന്നാൽ നമുക്കറിയാം 1,90,00,000 രൂപയാണ് ഈ സുപ്രീം കോടതിയുടെ ഒക്കെ ഉത്തരവിന്റെ അടിസ്ഥാനത്തിൽ സംസ്ഥാന സർക്കാരിന് നമ്പിനാരായണന് അദ്ദേഹത്തിന്റെ നഷ്ടപ്പെട്ട വർഷങ്ങൾക്ക് അദ്ദേഹത്തിന് പിന്നെ ജോലി ചെയ്യാൻ പറ്റാത്ത സാഹചര്യം ഉണ്ടായ ഒരു പശ്ചാത്തലത്തിലൊക്കെ നഷ്ടപരിഹാരം കൊടുക്കേണ്ടി വന്നത്. അപ്പൊ അതുപോലെ ദിലീപിന്റെ കേസിലും സമാനമായ ഒരു സാധ്യതയുണ്ട് എന്ന് വിലയിരുത്തുന്നവരുണ്ട്. ദിലീപ് 86 ദിവസമാണ് ജയിലിൽ കിടന്നത്. ദിലീപ് ഈ കേസുമായി ബന്ധപ്പെട്ട് നമ്മുടെ മലയാള സിനിമയുടെ പവർ സെന്റർ ആയിരുന്ന ദിലീപ് അദ്ദേഹത്തിന് ഒരുപാടായ നഷ്ടങ്ങൾ സംഭവിച്ചിട്ടുണ്ട് എന്ന് കരുതുന്നവരുണ്ട് എന്നല്ല, ഒരുപാട് നഷ്ടങ്ങൾ സംഭവിച്ചു. അദ്ദേഹം സിനിമാ മേഖലയുടെ ആ പവർ സെന്റർ എല്ലാ തരത്തിലും, സിനിമാ മേഖല എന്ന് പറയുമ്പോൾ തിയേറ്ററുകൾ പോലും നിയന്ത്രിച്ചിരുന്ന, സിനിമയുടെ സമസ്ത മേഖലകളെയും നിയന്ത്രിച്ചിരുന്ന, സിനിമയിലെ ഈ സൂപ്പർ താരങ്ങളും അല്ലെങ്കിൽ മെഗാസ്റ്റാറും ഒക്കെ നമ്മുടെ ഇൻഡസ്ട്രിയിൽ ഉണ്ടെങ്കിലും അവർക്കൊക്കെ മീതെ അവരെ എല്ലാം നിയന്ത്രിച്ച് നിർത്തിയിരുന്ന ഒരു സിനിമ പേഴ്സണാലിറ്റി ആയിരുന്നു. സിനിമ നടൻ എന്ന് പറയാനോ അല്ലെങ്കിൽ അങ്ങനെ നമുക്ക് ഒതുക്കാൻ പറ്റുന്നില്ല ദിലീപിനെ സംബന്ധിച്ച്. അപ്പൊ അങ്ങനെ ഒരു മനുഷ്യനാണ് ഇപ്പോ കുറ്റ വിമുക്തനായിരിക്കുന്നത്. അപ്പൊ അതിൽ തന്നെ സർക്കാർ ഹൈക്കോടതിയിലേക്ക് പോകും, സർക്കാർ ഇതുമായി ബന്ധപ്പെട്ട് അപ്പീലിന് പോകുമെന്നൊക്കെ ഇതിനകം വ്യക്തമാക്കിയിട്ടുണ്ട്. അപ്പൊ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ സർക്കാരിന്റെ ഭാഗത്തു നിന്ന് എന്തൊക്കെ കാര്യങ്ങൾ ഉണ്ടാകുന്നു നമുക്കറിയില്ല. നമുക്ക് ഈ 2 കേസുകളുടെയും പശ്ചാത്തലത്തിലേക്ക് ചുരുക്കി ഒന്ന് വന്നാൽ, രണ്ടും നമ്മുടെ പൊതുസമൂഹത്തിന് നന്നായി അറിയാവുന്ന കേസുകളായിരിക്കും. നമ്മളൊക്കെ സ്കൂളിൽ പഠിക്കുന്ന സമയത്താണ് ഈ ചാരക്കേസ് വരുന്നത്, നമ്പി നാരായണന്റെ കേസ്. അതെ, പക്ഷെ അന്നൊക്കെ ചെറുതായി പത്രങ്ങളിലൊക്കെ വാർത്തകൾ വായിച്ച ഒരു അറിവും പിന്നീട് വിഷയവുമായി ബന്ധപ്പെട്ട് പഠിച്ചൊരു വിവരങ്ങളൊക്കെയാണ് നമ്മുടെ മുമ്പിലുള്ളത്. 1994 ഒക്ടോബർ മാസം 20-ാം തീയതി പിറക്കുന്ന കേസ് എന്ന് പറയാം. പലപ്പോഴും ചില മാധ്യമപ്രവർത്തകരുമായി സംസാരിക്കുമ്പോൾ അവർ പറയാറുണ്ട്, ഇത് സ്പെഷ്യൽ ബ്രാഞ്ചിലെ ഒരു ഐജിക്ക് മറിയം റഷീദ എന്ന സുന്ദരിയായ സ്ത്രീയോട് തോന്നിയ ശാരീരിക ആകർഷണമാണ്, ആസക്തിയാണ് ഈ കേസ്, ചാരക്കേസ് എന്ന് പറഞ്ഞ് നമ്മുടെ രാജ്യത്തിന്റെ തന്നെ ശ്രദ്ധയിലേക്ക് വന്ന ഒരു കേസിന്റെ പിറവിക്ക് കാരണമായത് എന്നൊക്കെ. മറിയം റഷീദയ്ക്കൊപ്പം ഫൗസിയ ഹസൻ എന്ന് പറയുന്ന അവിടുത്തെ ഒരു സിനിമാ താരം ഒക്കെയാണ്, സെലിബ്രിറ്റിയാണ് മാലിയില്. അവരും അറസ്റ്റിലാകുന്നു. അവർക്ക് ഞാൻ പശ്ചാത്തലത്തിലേക്ക് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പോകുന്നില്ല. അപ്പൊ ഈ മറിയം റഷീദയ്ക്ക് ശശികുമാർ എന്ന് പറയുന്ന ഒരു ISROയിലെ ശാസ്ത്രജ്ഞനുമായി ഉണ്ടായിരുന്ന ബന്ധമുണ്ടായിരുന്നു എന്നുള്ളതിന്റെ പശ്ചാത്തലത്തിലാണ് ഈ ശശികുമാറിന്റെ മേലുദ്യോഗസ്ഥനായിരുന്ന ഈ നമ്പിനാരായണൻ കൂടി ഈ കേസിന്റെ ഫ്രെയിമിലേക്ക് വരുന്നത്. പിന്നീട് അതിന്റെ രാഷ്ട്രീയ പശ്ചാത്തലമൊക്കെ വല്ലാതെ വിശകലനം ചെയ്യപ്പെട്ടു. അത് കെ കരുണാകരനെതിരെ, ഐ ഗ്രൂപ്പിനെതിരെ എ ഗ്രൂപ്പ് കൃത്യമായും കളിച്ചൊരു കളിയാണ്. പിന്നീട് അങ്ങോട്ട് അതിന്റെ സംഭവ വികാസങ്ങൾ അങ്ങനെയൊക്കെയാണ് എന്നൊക്കെയുള്ള നിലയിലുള്ള കാര്യങ്ങൾ. വളരെ ഗുരുതരമായ ആക്ഷേപമായിരുന്നു, രാജ്യദ്രോഹ കുറ്റമാണ് ശാസ്ത്രജ്ഞന്മാർക്കെതിരെ ചുമത്തിയത്. ചാര വനിതകള് കേരളത്തിൽ വന്നിങ്ങനെ ISROയുടെ രഹസ്യങ്ങൾ, അത് ISIക്ക് അടക്കം, പാകിസ്ഥാൻ അടക്കം വിദേശ രാജ്യങ്ങൾക്ക് ചോർത്തുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള വലിയ വിവാദമായ കഥ. എനിക്ക് ഓർമ്മയുള്ളൊരു തലക്കെട്ട് എന്ന് പറയുന്നത്, കിടപ്പറയിലെ ട്യൂണ മത്സ്യം പോലെ കിടന്ന മറിയം റഷീദ എന്നൊക്കെയാണ്. മലയാളത്തിലെ ചില മാധ്യമപ്രവർത്തകർക്ക്, അതിൽ എത്ര മാധ്യമപ്രവർത്തകർ നമ്പിനാരായണനോട് മാപ്പ് പറഞ്ഞിട്ടുണ്ട് എന്നും സംശയമുണ്ട്. നമ്പിനാരായണൻ ഒരിക്കൽ ചില വർഷങ്ങൾക്ക് മുമ്പാണ്, 2-3 വർഷം മുമ്പ് അദ്ദേഹത്തിന്റെ ഒരു അഭിമുഖം എടുക്കാനുള്ള അവസരം ഉണ്ടായിരുന്നു. അപ്പൊ അദ്ദേഹം ആ സമയത്ത് അതിന്റെ പശ്ചാത്തലം എന്ന് പറയുന്നത്, ഇദ്ദേഹത്തിന്റെ കഥ നമ്മുടെ തമിഴിലെ മാധവൻ സിനിമയാക്കി, റോക്കറ്ററി ദ നമ്പി എഫക്ട് എന്ന് പറഞ്ഞിട്ട്. അപ്പൊ ആ സിനിമയുടെ
സിനിമ ഇറങ്ങുന്നതുമായി ബന്ധപ്പെട്ട ആ സമയത്താണ് ഇദ്ദേഹത്തുമായിട്ടൊരു അഭിമുഖം. അപ്പോ ആ സമയത്ത് അദ്ദേഹം പറയുന്നുണ്ട്, എന്നെ വല്ലാതെ വേട്ടയാടിയ മാധ്യമങ്ങൾ ഒന്നും തന്നെ എന്നോട് മാപ്പ് പറയാൻ തയ്യാറായില്ല, പരസ്യമായി മാപ്പ് പറയാൻ തയ്യാറായില്ല, വാർത്തകൾ തിരുത്തി കൊടുക്കാൻ തയ്യാറായില്ല. അങ്ങനെയൊക്കെയുള്ള ഒരു പശ്ചാത്തലം ആ കേസസ് പിന്നീട് CBIക്ക് പോകുന്നു. CBI അന്വേഷണം ഏറ്റെടുക്കുമ്പോൾ ഇദ്ദേഹം സുപ്രീം കോടതിയിൽ നൽകിയ ഹർജിയുടെ അടിസ്ഥാനത്തിൽ പിന്നീട് CBI ആദ്യത്തെ ഘട്ടത്തിലല്ല, പിന്നീട് അത് CBI അന്വേഷിച്ച് വരുമ്പോൾ കേരളത്തിലെ മുൻ DGP അടക്കം CB മാത്യൂസ് അടക്കമുള്ളവരാണ് പ്രതിസ്ഥാനത്തേക്ക് വരുന്നത്, IB ഉദ്യോഗസ്ഥരടക്കമുള്ളവരാണ് പ്രതിസ്ഥാനത്തേക്ക് വരുന്നത്. അതിന്റെ കൃത്യമായ കാര്യങ്ങൾ ഈ CB മാത്യൂസ് പോലും അദ്ദേഹത്തിന്റെ നിർഭയം എന്ന് പറയുന്ന പുസ്തകത്തിൽ പോലും കൃത്യമായിട്ടും അതിന്റെ വിശദാംശങ്ങൾ ഇല്ല. ആ യശസ്വരീരനായ ഉമ്മൻചാണ്ടിയുടെ ആത്മകഥയും പുറത്തു വന്നിട്ടുണ്ട്. പക്ഷെ അതിലും ചാരക്കേസുമായി ബന്ധപ്പെട്ട് എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത് എന്നതിനെ കുറിച്ചുള്ള വ്യക്തതയിലേക്ക് പോയിട്ടില്ല. അതായത് ഒത്തിരി ദുരൂഹതകള് ഇപ്പോഴും ഈ ചാരം മൂടിക്കിടക്കുന്ന കേസ് എന്നൊക്കെ മാധ്യമങ്ങൾ അതുകൊണ്ടാണ് പറയുന്നത്. ഇപ്പോഴും അങ്ങനെ ദുരൂഹതകളുടെ ചാരം മൂടിക്കിടക്കുന്ന ഒരു കേസായിട്ട് ചാരക്കേസ് നിൽക്കുന്നു. അതേസമയം ഇവരെല്ലാവരും നിരപരാധികളാണ് എന്ന CBIയുടെ ഒരു കണ്ടെത്തൽ കൂടി ഏറ്റവും പ്രധാനമായിട്ട് അതിലുണ്ടാകുന്നുണ്ട്. അതിൽ ആ CBI തന്നെ പറഞ്ഞിട്ടുണ്ട്, ഇതിൽ ഒരു സ്പെഷ്യൽ ബ്രാഞ്ച് CIയുടെ മറിയം റഷീദയോട് തോന്നിയ ആസക്തിയാണ്, അല്ലെങ്കിൽ അങ്ങനെ ഒരു ആഗ്രഹമാണ് ഈ കേസ് തന്നെ പിറക്കാൻ ഇടയായത്. നമ്മൾ സിനിമയിൽ പോലും ചിലപ്പോ ഇതിന്റെ പത്രവാർത്തകളൊക്കെ വായിച്ചു നോക്കിയാലും അല്ലെങ്കിൽ ഇതിന്റെ വിശകലനങ്ങളൊക്കെ വായിച്ചു നോക്കിയാലും നമ്മളുടെ മുമ്പിൽ ഇങ്ങനെ സീൻ ബൈ സീൻ ആയിട്ട് ഇങ്ങനെ പോകും. മഞ്ചൂർ പോലീസ് സ്റ്റേഷൻ മുതൽ ഒക്ടോബർ 19-ാം തീയതി 1994 ഒക്ടോബർ 19 എന്ന് പറയുമ്പോൾ 31 വർഷം മുമ്പാണ്. ആ 31 വർഷം മുമ്പുള്ള ഒരു വൈകുന്നേരം തനിനിറം എന്ന് പറയുന്ന പത്രത്തിൽ വരുന്നൊരു വാർത്ത, പിറ്റേ ദിവസം ഒക്ടോബർ 20-ാം തീയതി ദേശാഭിമാനിയിൽ വരുന്ന വാർത്ത, അതടക്കം ഇങ്ങനെ മഞ്ചൂർ പോലീസ് സ്റ്റേഷൻ കേന്ദ്രീകരിച്ച് ചില ജേർണലിസ്റ്റുകൾ ഈ വാർത്തയ്ക്കായി പരന്നു നടക്കുന്നതടക്കം അവിടെ മുതൽ ഇങ്ങോട്ട് സീക്വൻസ് ആയിട്ട് സീൻ ബൈ സീൻ ആയിട്ട് നമ്മളിങ്ങനെ ചാരക്കേസ് കാണുകയാണ്. വർഷങ്ങൾ നീണ്ടുനിന്ന ചാരക്കേസ്. ദിലീപിന്റെ കേസും നമ്മൾ അങ്ങനെ നോക്കുമ്പോ ഈ പറയപ്പെടുന്ന 2017 ആ ഏറെ ദുരൂഹതകൾ ഉള്ള ഒരു രാത്രി, ഏറെ ഒരുപക്ഷെ സ്ത്രീകളെ സംബന്ധിച്ച് എനിക്ക് തോന്നുന്നു വല്ലാതെ ഭീതി ഉണ്ടാക്കും അങ്ങനെ ഒരു സംഭവം വിശദീകരിക്കപ്പെടും പോലും, അല്ലെങ്കിൽ അങ്ങനെ ഒരു രാത്രിയെ കുറിച്ച് ഓർക്കുമ്പോൾ പോലും. കൊച്ചി പോലൊരു നഗരത്തിൽ ഓടിക്കൊണ്ടിരിക്കുന്ന വാഹനത്തിൽ ഒരു രാത്രിയിൽ ഒരു പെൺകുട്ടി അങ്ങനെ പീഡിപ്പിക്കപ്പെടുകയാണ്. കൊട്ടേഷൻ സംഘം പറയുന്നത് നിന്റെ വെഡ്ഡിംഗ് റിംഗ് അടക്കമുള്ള നിന്റെ നഗ്ന ദൃശ്യങ്ങൾ വേണമെന്നാണ്. നമ്മൾക്കൊരു പക്ഷേ സിനിമയിൽ പോലും കാണിച്ചാൽ ആളുകൾ ഇത് ചിലപ്പോ എക്സാജറേഷൻ ആയി പോകുന്നു പറയുന്ന തരത്തിലുള്ള വല്ലാത്ത ക്രൂരമായ മാനസികാവസ്ഥയുള്ള ഒരു സൈക്കോപാത്ത് ആണോ ഇതിന്റെ പിന്നിൽ, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു കൊട്ടേഷൻ കൊടുക്കുന്നതൊക്കെ തോന്നിപ്പോകുന്നത്. ഇപ്പൊ കളംകാവലൊക്കെ ചർച്ചയായിക്കൊണ്ടിരിക്കുന്ന സമയമാണല്ലോ, വലിയ തോതിൽ ഹിറ്റടിച്ചു പോയിക്കൊണ്ടിരിക്കുന്ന സമയമാണ്. അപ്പൊ അങ്ങനെ വല്ലാതെ ഭീതിപ്പെടുത്തുന്ന നമ്മുടെ നാട്ടിൽ ഇത് ഇങ്ങനെയൊക്കെ നടക്കുമോ എന്ന സംശയം. ആ കൊട്ടേഷൻ സംഘം പിന്നീട് ദിലീപിന്റെ പേര് പറയുന്നു, ജയിലിൽ നിന്ന് കിട്ടുന്ന പേപ്പറുകൾ വെച്ച് ദിലീപേട്ട എന്ന് പറഞ്ഞ് കത്തെഴുതുന്നു. അങ്ങനെ പോകുന്ന ദിലീപ് മാസങ്ങൾക്കപ്പുറം ജൂലൈ 10-ാം തീയതിയാണെന്ന് തോന്നുന്നു ദിലീപ് അറസ്റ്റിലാകുന്നു. ദിലീപ് 84 ദിവസം ജയിലിൽ കിടക്കുന്നു. അങ്ങനെ ഇത്രയും വർഷം നീണ്ട നിയമ പോരാട്ടം കൂടിയാണത്. അതിൽ തന്നെ സിനിമാ മേഖലയിൽ എത്രയോ പേര് ഇതില് ഈ സാക്ഷിയാക്കപ്പെട്ടു. ഇതുമായി ബന്ധപ്പെട്ട് സാക്ഷികളിൽ നല്ലൊരു ഭാഗം പേരും കൂറുമാറുന്നു. ഏറ്റവും ഒടുവിൽ നമ്മൾ എന്താണ് നമ്മുടെ മുമ്പിൽ ഉള്ളതെന്ന് വെച്ചാൽ നമ്മുടെ ഭാഗ്യലക്ഷ്മിയൊക്കെ വന്നിട്ട് നടത്തുന്ന വാർത്താ സമ്മേളനങ്ങളാണ്. അതിജീവിത ചോദിക്കുന്നു അത്ര, ഇനി ഞാൻ എന്ത് ചെയ്യണം എന്ന് അത്രയും സങ്കടത്തോടെ ചോദിക്കുന്നുവെന്ന്. അപ്പൊ അതിന്റെ അർത്ഥം എന്ന് പറയുന്നത് ഈ കേസിൽ നീതി കിട്ടിയിട്ടില്ല എന്ന് അതിജീവിത പറയുന്നു എന്ന് തന്നെയാണല്ലോ. നീതി കിട്ടിയിട്ടില്ല എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ്? അവർ പ്രതികരിച്ചിട്ട് പോലുമില്ല. അതിന്റെ അർത്ഥം എന്താണ്? ഈ കേസിൽ അവർക്ക് ദിലീപിനെയാണ് സംശയം എന്നാണ്, ദിലീപാണ് ഈ കൊട്ടേഷൻ നൽകിയത് എന്നാണ്. ശ്രീല, ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു ചോദ്യമുണ്ട്. അതെല്ലാ മാധ്യമങ്ങളും ചോദിക്കുന്ന ചോദ്യം തന്നെയാണ്. ദിലീപ് അല്ലെങ്കിൽ പിന്നെ ആരെങ്കിലും ഒരു കൊട്ടേഷൻ കൊടുക്കണേ ഈ ഇദ്ദേഹത്തിന്, അതായത് നമ്മുടെ ഈ പൾസർ സുനിക്കും സംഘത്തിനും ഇങ്ങനെ ഒരു നടിയുടെ, മലയാളത്തിലെ ഒരു യുവ നടിയുടെ വെഡ്ഡിംഗ് റിങ്ങും നഗ്നചിത്രങ്ങളും എന്തിനെന്നൊരു ചോദ്യമുണ്ട്. അവർക്ക് എന്തെങ്കിലും പ്രത്യേക താല്പര്യം അതിൽ ഉണ്ടായിരുന്നോ? അവർക്ക് അങ്ങനെ അല്ലല്ലോ. അങ്ങനെയാണെങ്കിൽ ശരി, അങ്ങനെ ശാരീരികമായ ഒരു ആഗ്രഹമായിരുന്നെങ്കിൽ ചിലപ്പോ ഒരു തട്ടിക്കൊണ്ടുപോയി ബലാത്സംഗം എന്നൊക്കെ പറഞ്ഞാൽ അത് മനസ്സിലാകും. പക്ഷെ അങ്ങനെയാണെങ്കിൽ കൊട്ടേഷൻ ആരുടേത് എന്നതടക്കമുള്ള ചോദ്യങ്ങളുണ്ട്. അപ്പൊ അങ്ങനെയൊക്കെയുള്ള ചോദ്യങ്ങളുടെ പശ്ചാത്തലത്തിൽ ഇപ്പോ കേസിൽ നിന്ന് രക്ഷപ്പെട്ടു നിൽക്കുന്ന ദിലീപ് ഇനി ഇതിൽ ഒരു പുനരന്വേഷണം ആവശ്യപ്പെട്ടോ അല്ലെങ്കിൽ തന്റെ നിരപരാധിത്വം തെളിയിക്കണമെന്ന് ആവശ്യപ്പെട്ടോ ഹൈക്കോടതിയോ സുപ്രീം കോടതിയോ സമീപിക്കുന്നു. അവിടെ നിന്ന് പിന്നീട് CBI അന്വേഷണം നടക്കുന്നു എന്നൊക്കെ പറയുന്നത് നിലവിൽ പെട്ടെന്ന് നമുക്ക് ഇതുമായി ബന്ധപ്പെട്ട് സംഭവിക്കുമോ എന്ന് സംശയമുണ്ട്. പക്ഷേ ദിലീപിന് കിട്ടുന്ന നിയമോപദേശം അങ്ങനെയാണെങ്കിൽ അല്ല ഫിറോസ്, ഇതിനിടയിൽ ശ്രീല പറഞ്ഞു, ഈ അന്വേഷണത്തിന്റെ ശ്രീലയ്ക്ക് തോന്നുന്നു.
ഈ അന്വേഷണം നടന്നുകൊണ്ടിരുന്ന ശേഷം അതിനിടയിൽ ദിലീപ് തന്നെ CBI അന്വേഷണം ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഇതിനിടയിൽ ഒരു തവണ ദിലീപ് അതെ. സുപ്രീം കോടതിയിലേക്ക് CBI അന്വേഷണം ആവശ്യപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതാണ് ഇതിനെ പ്രധാനപ്പെട്ട കാര്യം. പിന്നെ ഈ പൾസർ സുനിയുടെ മുൻകാല പ്രവർത്തികൾ വെച്ച് നോക്കിയാൽ പൾസർ സുനി നിലവിൽ നേരത്തെ തന്നെ ഇത്തരത്തിലുള്ള പ്രവൃത്തികൾ ചെയ്തുകൊണ്ടിരുന്ന ഒരാളാണ്. ഇപ്പോ സുരേഷ് കുമാറിന്റെ ഭാര്യ എന്ന മേനക അടക്കമുള്ളവരെ തട്ടിക്കൊണ്ടുപോകാൻ ശ്രമിച്ചു എന്ന അന്ന് സുരേഷ് കുമാർ തന്നെ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അത് കേസായില്ല. അന്ന് അത് അത്തരം അതിലേക്ക് പോകാത്തത് കൊണ്ട് കേസായിട്ടില്ല. അത്തരം ഒരു ശ്രമം നടന്നിട്ടുണ്ട് എന്ന് പറയുന്നുണ്ട്. അപ്പോ ഈ പൾസർ സുനിയുമായി ബന്ധപ്പെട്ട് നേരത്തെ പൾസർ സുനി കഴിഞ്ഞ ദിവസം ന്യൂസ് മിനിറ്റുമായി ഏതാണ്ട് 13 മാസമായി സംസാരിക്കുകയായിരുന്നു എന്ന് ധന്യ രാജേന്ദ്രൻ പറഞ്ഞിട്ടുണ്ട്. ആ പറയുന്നതിൽ തന്നെ ധന്യ രാജേന്ദ്രൻ അതിൽ തന്നെ എല്ലാവരെയും കുറ്റപ്പെടുത്തുമ്പോഴൊക്കെ ഈ ദിലീപിനെ കുറ്റപ്പെടുത്തുമ്പോഴും ധന്യ രാജേന്ദ്രൻ ആ ഇന്റർവ്യൂവിന്റെ കാര്യം എടുത്തു പറയുമ്പോൾ പറയുന്നുണ്ട് ഇതൊക്കെ സിനിമയിൽ സർവ്വസാധാരണമാണെന്നും ഇങ്ങനെ പലരെയും ചെയ്തിട്ടുണ്ടെന്നും പലരെയും ബാർഗെയിൻ ചെയ്തിട്ടുണ്ടെന്നും ഒക്കെ പറയുന്നുണ്ട്. അപ്പോ ഇത് ഈ കൊട്ടേഷൻ ആണ് എന്ന് പറയുമ്പോഴും ഈ കൊട്ടേഷൻ കൊടുത്തത് ദിലീപാണ് എന്ന് തന്നെ നമുക്ക് ചിന്തിക്കാൻ കഴിയുമോ എന്നുള്ള ഒരു പ്രശ്നം കൂടി അവിടെ നിൽക്കുന്നുണ്ട്. കാരണം ഇതിന് പല സംഭവങ്ങളുമായി ബന്ധപ്പെട്ട് ഈ കേസ് വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് പഠിച്ച ഒരാളാണ്. പലപ്പോഴും ഇവർ പറയുന്ന പല കാര്യങ്ങളും ഇതിൽ അങ്ങോട്ട് കോറിലേറ്റ് ആവുന്നില്ല എന്ന് നമുക്ക് തോന്നും. ഇപ്പോ ബൈജു പൗലോസിന്റെ ഇടയ്ക്ക് ഒരുപാട് കേസുകൾ ഇതുമായി ബന്ധപ്പെട്ട് വന്നിട്ടുണ്ട്. അന്വേഷണ ഉദ്യോഗസ്ഥനായ ബൈജു പൗലോസിനെ ഒരു കോടതിയുടെ മുന്നിൽ വെച്ച് ഭീഷണിപ്പെടുത്തി എന്നൊരു ആരോപണം ഇതിനിടയിൽ വന്നിരുന്നു. അതിന്റെ അന്വേഷണം നടന്നു. ആ അന്വേഷണത്തിന്റെ സമയത്താണ് കണ്ടെത്തുന്നത് അന്നത്തെ ദിവസം ആ കോടതിയിൽ ദിലീപിന്റെ കേസ് ഉണ്ടായിരുന്നില്ല. അപ്പോൾ എവിടൊക്കെയോ അന്വേഷണ സംഘാംഗങ്ങൾ കള്ളം പറയുന്നുണ്ടോ, എന്തിന് കള്ളം പറയണം എന്നുള്ളൊരു പ്രധാനപ്പെട്ട വിഷയമുണ്ട്. പിന്നെ അന്വേഷണ സംഘങ്ങൾ എന്റെ ചില സംശയങ്ങളാണ്. ഞാനൊരു ഫിറോസ് പറയുമ്പോഴേക്കും ഞാൻ ചോദിക്കുന്ന ചില സംശയങ്ങളാണ്. ഈ അന്വേഷണത്തിന്റെ ഭാഗമായി കൃത്യമായ തെളിവുകൾ ഉണ്ടെങ്കിൽ തെളിവുകൾ കോടതിയിൽ ഹാജരാക്കി ഒരു വിധി വാങ്ങേണ്ടതിന് പകരം ഈ നാട്ടുകാരെയും ചാനലുകൾക്ക് വാർത്ത പലപ്പോഴും ബൈജു പൗലോസ് കഴിഞ്ഞ ദിവസം ഒരു മാധ്യമപ്രവർത്തകൻ പറഞ്ഞിട്ടുണ്ട് ഈ വാർത്തകളെല്ലാം പറഞ്ഞു കൊടുത്തത് ബൈജു പൗലോസാണ്. പലപ്പോഴും നിങ്ങൾക്കുള്ള സ്കൂപ്പാണെന്ന് പറഞ്ഞ് പല മാധ്യമപ്രവർത്തകരെയും കൊച്ചിയിൽ വിളിക്കുന്നുണ്ടായിരുന്നു എന്നൊരു മാധ്യമപ്രവർത്തകൻ തുറന്നു എഴുതിയിട്ടുണ്ട് ഫേസ്ബുക്കിൽ. അങ്ങനെ അയാളും അതിൽ പെട്ടുപോയിരുന്നു. ചില വാർത്തകൾ ഞാൻ ചെയ്തിട്ടുണ്ട്. ഈ സമയത്ത് ദിലീപിനോട് മാപ്പ് പറയുന്നുവെന്ന് ഒരു ഓൺലൈൻ മാധ്യമപ്രവർത്തകൻ മറുനാടൻ മലയാളിയിൽ അന്നുണ്ടായിരുന്ന അർജുൻ സി വനജ് എന്നത് മാധ്യമപ്രവർത്തകൻ തുറന്നു എഴുതിയിട്ടുണ്ട്. അപ്പോ പല വിഷയങ്ങൾ ഈ വിഷയത്തിൽ വരുമ്പോൾ ചില കാര്യങ്ങൾ പൊരുത്തപ്പെടുന്നില്ല എന്നിടത്താണ് ഒരു അല്പമെങ്കിലും സംശയത്തിന് ആനുകൂല്യം അല്ലെങ്കിൽ ദിലീപ് നിരപരാധിയാണ് നമുക്ക് തോന്നാനുള്ള കാരണങ്ങൾ ഉണ്ടാകുന്നത്. ചില മാധ്യമ പ്രവർത്തകരുടെ അമിതാവേശം, അവരുടെ വ്യക്തിവൈരാഗ്യം, ഇങ്ങനെ ഒരുപാട് ഘടകങ്ങൾ ചേർന്നൊരു കേസ് കൂടിയാണിതെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. അതായത് ഞാൻ പറഞ്ഞില്ലേ ഭാരതിലേക്ക് തന്നെ ഒരു വാർത്ത നൽകിയിരുന്നു ബാലേന്ദ്രകുമാറുമായി ബന്ധപ്പെട്ട ഒരു പീഡന പരാതി. ആ പീഡന പരാതി കൊടുക്കാനുള്ള കാരണമായത് ഒരു സ്ത്രീ നിരന്തരമായി ചാനലിന്റെ നമ്മൾ ഫോൺ നമ്പർ കൊടുത്തിട്ടാണ് സാധാരണഗതിയിൽ വാർത്ത ചെയ്യുന്നത്. അപ്പോൾ ആ ചാനലിൽ താഴെ വന്നിട്ട് ഒരു സ്ത്രീ എനിക്ക് കുറച്ച് കാര്യം പറയാനുണ്ട്, നിങ്ങൾ എന്നെ കേൾക്കുമെന്ന് വെച്ച് പല പ്രാവശ്യം മെസ്സേജ് അയക്കുകയും നമ്മളെ കോൺടാക്ട് ചെയ്യുകയായിരുന്നു. അങ്ങനെ അവർ പറഞ്ഞതനുസരിച്ച് അവർ പറയുന്ന 10 വർഷങ്ങൾക്ക് മുമ്പ് ഇയാൾ പീഡിപ്പിച്ചിട്ടുണ്ട് ബാലേന്ദ്രകുമാർ, ഇയാൾ കള്ളനാണ്. അപ്പോ നമ്മുടെ മുന്നിൽ വന്നൊരു വാർത്ത, പ്രത്യേകിച്ച് ഇത്തരം ഒരു പ്രമാദമായ ഒരു വിഷയത്തിൽ ആ വാർത്ത കൊടുക്കുമ്പോൾ അത് അന്വേഷിച്ച ശേഷം മാത്രമേ കൊടുക്കാവൂ എന്ന് ഞാനാണ് നിലപാടെടുത്തത്, അന്വേഷിക്കണം എന്ന്. അപ്പോ ഇവര് ഞാൻ പറഞ്ഞു എറണാകുളത്തിന് മുഖച്ഛായ മാറിയിട്ടുണ്ട്, ഇവര് പറയുന്ന വീടുണ്ടോ, അവിടെ ബാലേന്ദ്രകുമാർ താമസിക്കുന്നു ഒന്നും നമുക്കറിയില്ല. അപ്പൊ അങ്ങനെ നമ്മുടെ ഓഫീസിൽ തന്നെയുള്ള 2 പേര് പോയി അവിടെ പോയി അന്വേഷിക്കുന്നു. ഇവർ പറഞ്ഞ വഴിയിലൂടെ ഇവരെയും കൊണ്ടുപോയി അന്വേഷിക്കുന്നു. ഇവർ പറഞ്ഞത് ശരിയാണോ എന്ന് അറിയണ്ടേ, 10 വർഷങ്ങൾക്ക് മുമ്പുള്ള കാര്യമാണ്. അന്വേഷിക്കുന്നു. ആ അന്വേഷണം നമ്മൾ ചെല്ലുമ്പോൾ അത് SM ഏഷ്യൻ നായർ താമസിക്കുന്ന വീട്ടിലേക്കാണ്, പണ്ട് താമസിക്കുന്ന വീട്ടിലേക്കാണ് കവി. അങ്ങനെ അവിടെ എത്തുമ്പോൾ അവിടെ ഇയാൾ ബാലേന്ദ്രകുമാർ താമസിച്ചിട്ടുണ്ടെന്ന് നമുക്ക് മനസ്സിലാവും. അപ്പൊ ഏതാണ്ടൊക്കെ കാര്യങ്ങൾ ക്ലിയർ ആണെന്ന് നമുക്ക് ബോധ്യപ്പെടും. ആ ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ഇയാൾക്കെതിരെ ഒരു വാർത്ത നൽകുന്നത്, ഇയാൾ ഒരു സ്ത്രീയെ പീഡിപ്പിച്ചു എന്നതുമായി ബന്ധപ്പെട്ട്. എന്നാൽ ആ പെൺകുട്ടി അതിനുശേഷം അവർ പരാതി നൽകുന്നു, DGPക്ക് പരാതിയും കൊടുക്കുന്നുണ്ട്. ആ സമയത്ത് തന്നെ അവർ പരാതി കൊടുക്കുന്നുണ്ട്. അപ്പൊ ഈ പരാതി കൊടുത്തിട്ട് ഈ പരാതി ഉടൻ തന്നെ ബാലേന്ദ്രകുമാറിന് കൗണ്ടർ പരാതി കൊടുക്കുന്നു. ആ പരാതിയിൽ ബാലേന്ദ്രകുമാറിനെ ഗൂഢാലോചനയിൽ കുടുക്കിയതാണ് എന്ന് പറയുന്നു. ഈ ബലാത്സംഗ കേസ് അന്വേഷിച്ചത് ഹൈടെക് സെല്ലാണ്. ചരിത്രത്തിൽ ആദ്യമായിരിക്കും ഒരു ബലാത്സംഗ പരാതി ഹൈടെക് സെൽ അന്വേഷിക്കുന്നത്. വേറൊരു അന്വേഷണ സംഘവും അന്വേഷിച്ചില്ല. അതിനുശേഷം അവർ കണ്ടെത്തുന്നത് നമ്മുടെ സ്ഥാപനത്തിലുള്ള ചിലർ, ഞാൻ അടക്കമുള്ള ചിലരും, വ്യാസൻ എന്ന് പറയുന്ന ദിലീപിന്റെ സുഹൃത്തും, അതുപോലെ തന്നെ ദിലീപും ശാന്തിവിള ദിനേശും, ഡിറ്റോ എന്ന് പറയുന്ന ജോൺ ഡിറ്റോ എന്ന് പറയുന്ന ഈ ബാലേന്ദ്രകുമാറിന്റെ അസിസ്റ്റന്റായി പ്രവർത്തിച്ചിരുന്ന ഒരു അധ്യാപകൻ, അദ്ദേഹം അടക്കമുള്ളവർ ഗൂഢാലോചന നടത്തി പ്രസിദ്ധീകരിച്ചതാണ് ഈ വാർത്ത എന്ന്. അതിനിടയിൽ ഈ പെൺകുട്ടി എന്നിട്ട് പിന്നീട് ഈ പെൺകുട്ടിയെ കണ്ടിട്ടില്ല എന്ന് കൂടി ഒരു മൊഴി കള്ളം പറയുന്നുണ്ട്. ഈ പെൺകുട്ടി തിരുവനന്തപുരത്ത് DGPയുടെ അടുത്തെത്തി താൻ നുണപരിശോധനയ്ക്ക് തയ്യാറാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ലോകത്ത് ആദ്യമായിട്ടായിരിക്കും, ചരിത്രത്തിൽ ആദ്യമായിട്ടായിരിക്കും തന്റെ നിരപരാധിത്വം തെളിയിക്കാൻ വേണ്ടി ഒരു ഇര വന്ന് പറയുന്നത്. അവർ വന്ന് പറയുകയാണ് ഞാൻ നുണപരിശോധനയ്ക്ക് തയ്യാറാണ്. പക്ഷെ കോടതിയിൽ കൊടുത്ത റിപ്പോർട്ടിൽ ഈ പെൺകുട്ടിയെ കാണാനില്ല
എന്ന റിപ്പോർട്ടാണ് കോടതിയിൽ നൽകിയിരിക്കുന്നത്. ഈ റിപ്പോർട്ട് വന്നപ്പോ നമ്മളടക്കമുള്ളവ കോടതിയിലേക്ക് പോവുകയും കോടതിയിൽ ചെന്ന് അങ്ങനെ ഞങ്ങൾ ആരും ഇതിനകത്ത് ഇൻവോൾവ് അല്ല. എനിക്ക് ദിലീപിനെ അറിയില്ല, എനിക്ക് വ്യാസനെ അറിയില്ല. സത്യത്തിൽ വ്യാസൻ എന്ന് പറയുന്ന ഒരാൾ ദിലീപിന്റെ ബാല്യകാല സുഹൃത്താണ് വ്യാസൻ. ഈ വ്യാസനെ നമുക്കറിയില്ല. വ്യാസനെ ഞാൻ പരിചയപ്പെടുന്നത് എന്തോ വ്യാസൻ ഇടവനക്കാട് സംവിധായകനാണ്, തിരക്കഥാകൃത്താണ് വ്യാസൻ ഇടവനക്കാട്. വ്യാസൻ ഇടവനക്കാട് ഇത് ദിലീപിന്റെ സുഹൃത്തായിരുന്നു. അയാൾക്ക് ദിലീപ് സത്യം പറഞ്ഞാൽ ഞാൻ സിനിമകൾ വളരെ ഗൗരവത്തോടെ സിനിമകൾ കാണുന്ന ഒരാളാണ്. അതുകൊണ്ട് തന്നെ ദിലീപിന്റെ സിനിമകളോട് എനിക്ക് വലിയ താല്പര്യമോ അല്ല ചിരിക്കാൻ വന്നതിനപ്പുറത്തേക്ക് അതിൽ വലിയ കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ ദിലീപിന്റെ സിനിമയുടെ ആരാധിക്കുമല്ലോ ആയിരുന്നില്ല. ഞാൻ ആകെ കണ്ടിട്ടുള്ള ദിലീപിന്റെ ഒരു സിനിമ സത്യം പറഞ്ഞാൽ അന്ന് തിളക്കമാണ്. ബാക്കി കൊച്ചു പിള്ളേർക്കും കുടുംബ പ്രേക്ഷകർക്കൊക്കെ കാണാനുള്ള സിനിമകൾ നല്ലത്. എനിക്ക് ബാക്കിയുള്ള സിനിമകളൊന്നും ഞാൻ ഇഷ്ടമുള്ള ആളുമല്ല, അങ്ങനത്തെ സിനിമകൾ കാണുന്ന ആളുമല്ല. അപ്പൊ എനിക്ക് വ്യാസൻ ഇടവനക്കാട് ആരാണെന്ന് സത്യത്തിൽ അന്ന് അറിയില്ല. അതിനുശേഷം ഞാൻ എനിക്കൊന്ന് 2023 2024 ഫിലിം ഫെസ്റ്റിവലിന്റെ സമയത്ത് വ്യാസൻ ഇടവനക്കാട് വന്ന് എന്നോട് ചോദിക്കുന്നു ശ്രീലാപിള്ളയാണ്. ഞാൻ പറഞ്ഞത് അന്ന് പറയുന്നു. അപ്പോഴാണ് ഞാൻ ചോദിക്കുന്നത് എനിക്ക് അറിയില്ല നിങ്ങൾ ആരാണെന്ന് ചോദിക്കുമ്പോഴാണ് ഞാൻ വ്യാസനാണ്. അപ്പൊ ഞാൻ ഈ പേരെവിടെ കേട്ടിട്ടുണ്ട്. അപ്പോഴാണ് പറഞ്ഞത് നമ്മളെല്ലാം കൂട്ടുപ്രതികളാകേണ്ട ആളായിരുന്നു എന്ന് പറഞ്ഞ് വ്യാസൻ അന്നാണ് നമ്മളെ പരിചയപ്പെടുന്നത്. എനിക്ക് വ്യാസനെ അറിയില്ല. എനിക്ക് അതാണ് എന്റെ 2 ഫോൺ നമ്പർ അടക്കമാണ് കോടതിയിൽ കൊടുത്ത റിപ്പോർട്ടിൽ എഴുതി വെച്ചിരിക്കുന്നത്. ഞങ്ങളെല്ലാം പരസ്പരം എന്റെ ഓഫീസിലുള്ളവരെ എനിക്ക് ബന്ധപ്പെടാതിരിക്കാൻ കഴിയില്ലല്ലോ, അവരെ ഞാൻ പരസ്പരം പിടിച്ചിട്ടുണ്ട്. ശാന്തിയുള്ള ദിനേശിനെ നേരത്തെ എനിക്ക് പരിചയം, ഇപ്പോഴല്ല നേരത്തെ തന്നെ പരിചയമുണ്ട്. അദ്ദേഹത്തെ പലപ്പോഴും ഫോണിൽ വിളിച്ചിട്ടുണ്ട്. അത് എങ്ങനെയാണ് ദിലീപുമായിട്ട് കണക്ട് ചെയ്യുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല. അതിനുശേഷം ഇത് ഹോം നേഴ്സായിരുന്നു. ഈ പീഡിപ്പിക്കപ്പെട്ട സ്ത്രീ ഒരു ഹോം നേഴ്സായിരുന്നു. അവർ നിൽക്കുന്ന സ്ഥലത്തേക്ക് എല്ലാവരും ബൈക്കിന് വേണ്ടി ഇടിച്ചു കയറിച്ചത്. അപ്പൊ ആ വീട്ടുകാർ അവരെ പുറത്താക്കി. അതിനുശേഷം ജോലി ഇല്ലാതിരുന്ന കാലഘട്ടത്തിൽ അവർ നമ്മളെ വിളിച്ചിട്ട് പറഞ്ഞു അവർക്ക് പല്ലുവേദനയാണ്, കഴിക്കാൻ കാശില്ല, പല്ലുവേദനയാണെന്ന്. അപ്പോ 2000 രൂപ നമ്മുടെ അക്കൗണ്ടിൽ നിന്ന് ഇവർക്ക് ഇട്ടുകൊടുത്തിട്ടുണ്ട്. അപ്പോ അവർ എഴുതി കൊടുത്തത് ഇത് സാമ്പത്തിക ഇടപാടുണ്ടെന്നാണ്. 2000 രൂപ ഞങ്ങൾ ഇവിടെ ഉണ്ടായിരുന്ന സമയത്ത് നമ്മുടെ സ്ഥാപനത്തിലേക്ക് ചില പാവങ്ങൾ വരും, ഒരു ഗതിയും ഇല്ലാത്ത ചില ആൾക്കാർ വരും. ആ വരുന്ന സമയത്ത് അവർക്ക് നമ്മൾ ടിക്കറ്റ് എടുത്ത് കൊടുത്തിട്ടുണ്ട്. ഇവർക്ക് മാത്രമല്ല പലർക്കും. വന്ന ശേഷം തിരിച്ച് വണ്ടിക്കൂലിക്ക് വാർത്ത പറഞ്ഞ ശേഷം പോകാൻ, ബൈക്ക് എടുക്കാൻ വന്ന ശേഷം പോകാൻ വണ്ടിക്കൂലി ഇല്ലാതിരുന്ന ചിലർക്ക് ആഹാരം കൊടുത്തും അവർക്ക് ടിക്കറ്റ് എടുത്തു കൊടുക്കുകയും പൈസ അയച്ചു കൊടുക്കുകയും ഒക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട്. ഉള്ള പൈസയുടെ നമുക്ക് കിട്ടുന്ന വരുമാനത്തിന്റെ 1000 500 ഒക്കെ ആയിരിക്കും ചിലർക്ക് നമ്മൾ അയച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോ ഇത്തരത്തിൽ എന്തിനാണ് കള്ളം പറയുന്നത്? അത്തരം ഒരു അന്വേഷണം നടത്തി സത്യാവസ്ഥ ബോധ്യപ്പെടുത്തേണ്ട അന്വേഷണ സംഘം ഈ ആവശ്യമില്ലാത്ത കാര്യത്തിൽ കള്ളം പറഞ്ഞത് എന്തിനാണ് എന്നുള്ള ചോദ്യം എനിക്ക് ഇപ്പോഴും ഉണ്ട്. ഇപ്പോഴും ആ കേസ് അതിനുശേഷം ബാലേന്ദ്രകുമാർ മരിച്ചുപോയി. അതുകൊണ്ട് ഇപ്പൊ ഈ സ്ത്രീ എവിടെയാണെന്ന് എനിക്കറിയില്ല. കാരണം ബാലേന്ദ്രകുമാർ മരിച്ചതിന് ശേഷം കേസിന് വലിയ നിലനിൽപ്പില്ലാത്തത് കൊണ്ട് അവരവരുടെ ജോലി എടുത്ത്, ഞാൻ എപ്പോഴും പറഞ്ഞു നിങ്ങൾ നിങ്ങളുടെ ജോലി എടുത്ത് ജീവിക്കും. നിങ്ങൾക്ക് ആരോടും നിങ്ങൾ ആരാണെന്ന് പറയാതെ വേണം. അല്ലെങ്കിൽ ഏതെങ്കിലും വീട്ടിൽ ഏതെങ്കിലും പീഡനത്തിനിരയായ പെൺകുട്ടിയാണെന്ന് പറഞ്ഞുകൊണ്ട് മാധ്യമപ്രവർത്തകർ നിരന്തരം ചെല്ലുന്ന ഒരു സ്ഥലത്ത് ആ സ്ത്രീക്ക് താമസിക്കാൻ പറ്റും. അതുകൊണ്ടായിരിക്കും അവരെവിടെയെങ്കിലും ഇപ്പോ പശ്ചാത്തലത്തിലൊക്കെയാണ്, അത്തരം സംഭവങ്ങളുടെ പശ്ചാത്തലത്തിലൊക്കെയാണ് ശ്രീല ഇതില് വലിയ ഗൂഢാലോചന ശ്രീല സംശയിക്കുന്നത്. ശ്രീല പറയുന്ന കാര്യങ്ങളിൽ ഒരു കാര്യവുമില്ലാതെ മനസ്സിലാവുന്നു. അതെ, ഏതൊരാളിനും സ്വാഭാവികമായിട്ടും ഉണ്ടാകുന്ന സംശയങ്ങളാണ്. മാത്രമല്ല ശ്രീല പറഞ്ഞതുപോലെ ഈ കേരള പോലീസിന്റെ വിചിത്രമായ ചില രീതികളുണ്ട്. പീഡന കേസ് ചിലപ്പോ ഹൈടെക് സെല്ലൊക്കെ അന്വേഷിക്കും. അതൊക്കെയാണ് സത്യമാണ് ശ്രീല പറഞ്ഞ പല കാര്യങ്ങളും. 2017 കേസ് വരുമ്പോഴും ഇപ്പൊ ദിലീപിനൊപ്പം നിലപാട് സ്വീകരിച്ചിരുന്ന, ദിലീപിന് സംശയത്തിന്റെ ആനുകൂല്യം നൽകിയിരുന്ന ചുരുക്കം എണ്ണിയെടുക്കുന്ന മാധ്യമ പ്രവർത്തകരിൽ ഒരാളായിരുന്നു ഞാൻ എന്ന കാര്യം കൂടി അനുസ്മരിച്ചോട്ടെ. അപ്പൊ അതിൽ നമുക്ക് വല്ലാതെ സ്ത്രീകൾ തന്നെ ചോദിക്കും, നിങ്ങൾക്ക് എന്ത് തെളിവിന്റെ അടിസ്ഥാനത്തിൽ എങ്ങനെയാണ് നിങ്ങൾ ദിലീപിന്റെ ഒപ്പം നിൽക്കാൻ പറ്റുന്നത്? അപ്പൊ നമ്മള് പൊതുവെ പറയാറുള്ള കാര്യം ഇത്രയേ ഉള്ളൂ. കേരള പോലീസിന്റെ മൊത്തത്തിലുള്ള സംവിധാനം നമുക്കറിയാം. അത് ഇപ്പൊ ഈ ചാരക്കേസ് അടക്കമുള്ള പല കേസുകളിലും കേരള പോലീസിന്റെ ഇടപെടൽ. നമ്മളൊക്കെ മാധ്യമ പ്രവർത്തകരാ. നമ്മൾ ഏത് കാലത്താണ് ഈ പോലീസ് പറയുന്നത് തൊണ്ട വിഴുങ്ങാതെ ഒന്ന് വിഴുങ്ങുന്ന മാധ്യമ പ്രവർത്തകരെ കണ്ടിട്ടുള്ളത്? ഒരിക്കലും അങ്ങനെ ആയിരുന്നില്ലല്ലോ. ഈ ഒരു കേസിൽ മാത്രം, ഈ കേസിൽ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ആലോചിച്ച് നോക്കൂ. ഞാൻ സംശയിക്കുന്നത് ഗൂഢാലോചന നടത്തിയ ജുഡീഷ്യറിക്കെതിരെയാണ്, ദിലീപിനെതിരെയാണ്. ദിലീപ് പറഞ്ഞത് ശരിയാണ്. ജുഡീഷ്യറി എന്തിനീ വിഷയത്തിലേക്ക് വലിച്ചൊഴിച്ചു? ഇപ്പൊ തന്നെ കഴിഞ്ഞ ദിവസം ഈ മിനി എന്ന് പറയുന്ന അഭിഭാഷക പറയുന്നു അവർ CPM-മായി ബന്ധമുള്ള അഭിഭാഷകയായിരുന്നത് കൊണ്ട് ഞങ്ങൾ കൊടുക്കുന്ന തെളിവുകളെല്ലാം, അതായത് CPM അവർക്ക് എന്തോ ഒരു CPM അവരുടെ ഭർത്താവിന്റെ അച്ഛനോ മറ്റോ CPM-കാരനാണ്. അതുകൊണ്ട് അവർ ജഡ്ജി CPM-കാരിയാണ് എന്ന് വരുത്തി തീർക്കുകയാണ്. ഇനി ആണെങ്കിൽ തന്നെ ആയിക്കോട്ടെ, എല്ലാവർക്കും മനസ്സിലേതെങ്കിലും ഒരു രാഷ്ട്രീയ ഇത് കാണും. പക്ഷെ ഒരു ജഡ്ജി ആവുമ്പോൾ അത് കാണിക്കാറുണ്ട്. ഞങ്ങളുടെ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന ഒരു ജഡ്ജി എനിക്ക് പരിചയമുണ്ട്. ആ ജഡ്ജി ആയ ശേഷം ഫേസ്ബുക്ക് ഡീആക്ടിവേറ്റ് ചെയ്തു. പിന്നെ നമ്മുടെ കോൾ എടുത്തിട്ടില്ല. എനിക്ക് വളരെ അടുത്ത് പരിചയമുള്ള, വളരെ അടുത്ത് ഈ ഫിറോസിനൊക്കെ സംസാരിക്കാവുന്ന ഒരാളായിരുന്നു.
പക്ഷെ ഇന്ന് വരെ നമ്മളെ ആരും പിന്നെ കോൺടാക്ട് ചെയ്യുകയോ ഒന്നും ചെയ്തിട്ടില്ല. ആദ്യം ജഡ്ജിയായെന്ന് അറിഞ്ഞപ്പോ അയച്ച ഒരു മെസ്സേജിന് താങ്ക്സ് പറഞ്ഞ മെസ്സേജ് അയച്ചു എന്നല്ലാതെ പിന്നീട് നമുക്ക് ആർക്കും ഒരു കോൺടാക്ട് ഇല്ല അദ്ദേഹത്തിന്. ഞാൻ ചോദിക്കുന്ന ഒരു ജഡ്ജി ഒരു ജുഡീഷ്യറിയെ ചോദ്യം ചെയ്യുക എന്നത് ഒരു സമൂഹത്തിൽ, ഒരു പരിഷ്കൃത സമൂഹത്തിൽ ശരിയായ രീതിയല്ലത്. അരാജകത്വം ഉണ്ടാക്കാൻ മാത്രമേ ജുഡീഷ്യറി അന്ന് മുതൽ ഇന്ന് വരെ ആലോചിച്ച് നോക്കൂ. ആ കേസ് എന്ന് കോടതിയിൽ വന്നു അന്ന് മുതൽ ഇന്ന് വരെ ആ ജഡ്ജിയെ വിടാതെ പിന്തുടരുകയാണ്. അവരെ സംബന്ധിച്ചൊന്ന് അന്വേഷിച്ചു നോക്കൂ. ഒരൊറ്റ അഭിഭാഷകർ ഏതെങ്കിലും ആരെങ്കിലും ഈ ജുഡീഷ്യൽ ഓഫീസർ കറപ്റ്റഡ് ആണെന്ന് ഇന്ന് വരെ പറഞ്ഞിട്ടില്ല. അത്ര കൃത്യമായി കാര്യങ്ങൾ നോക്കുന്ന ഒരാളാണ് ജസ്റ്റിസ് കമാൽ പാഷ. കഴിഞ്ഞ ദിവസം പറയുന്നു അങ്ങനെ നിരവധി പറഞ്ഞു. ഞാൻ ഹൈക്കോടതിയിലെ പല അഭിഭാഷകരോടും ചോദിച്ചു. അപ്പൊ അവരൊക്കെ പറയുന്നത് അങ്ങനെ ഒരാളെയല്ല അവരെന്നാണ്. പിന്നെ എന്തിനാണ് അവരെ നിരന്തരം ഈ വലിച്ചഴച്ച് ഈ കേസിൽ വലിച്ചഴിക്കുന്നത്? കൃത്യമായി. പിന്നെ മാത്രമല്ല അതാലോചിച്ചു, ഇപ്പോ ജഡ്ജി ആയിരിക്കുന്ന ഒരാൾ, വിചാരണ കോടതി ജഡ്ജി, ഈ ജഡ്ജിക്ക് അറിയില്ലേ ഇത്രയും നീണ്ട കാലത്തെ ഈ പ്രവർത്തന ഈ കാലഘട്ടത്തിൽ എല്ലാം നിരവധി തവണ സുപ്രീം കോടതിയിലും ഹൈക്കോടതിയിലും ഒക്കെ പോയൊരു കേസ്. ഈ കേസ് വിധി പറയുമ്പോൾ ഇത് തീർച്ചയായും ഇത് അടുത്ത കോടതികളിലേക്ക് പോകുമെന്ന് അറിയാത്ത ആളല്ലല്ലോ ഈ വിധി പറയുന്നത്. തന്റെ ജോലിക്ക് തനിക്കും എന്തെങ്കിലും കുഴപ്പം ഉണ്ടാക്കുന്ന എന്തെങ്കിലും ഒരു കാര്യം ആ ജഡ്ജി ചെയ്യുമെന്ന് ഫിറോസ് വിശ്വസിക്കുന്നുണ്ടോ? സാധാരണ മനുഷ്യർക്ക് വിശ്വസിക്കാൻ കഴിയും? ഇത് ഏതായാലും ചർച്ച ചെയ്യപ്പെടുമെന്നും ഈ വാർത്ത ഇത് തീർച്ചയായും മേൽക്കോടതികൾ ചോദ്യം ചെയ്യപ്പെടുമെന്നും അറിയാമല്ലോ. അത്ര ബോധമില്ലാത്ത ആളാണോ ജഡ്ജി? അതെ, അത് പ്രധാനപ്പെട്ട കാര്യമാണ്. അപ്പൊ അതുകൊണ്ട് ശ്രീല പറയുന്നത് പോലെ ദിലീപ് നമ്മൾ ഇപ്പോഴും ഞാനത് പൂർണ്ണമായിട്ടും പറയുന്നില്ല കേട്ടോ. ദിലീപ് കളത്തിലേക്ക് ഇറങ്ങി ദിലീപിന്റെ പണി തിരിച്ച് കൊടുത്തു തുടങ്ങുമെന്നോ അല്ലെങ്കിൽ ദിലീപ് ആ നിലയ്ക്ക് ഇതിൽ പ്രതികാര നടപടി എന്ന് പറയുമ്പോൾ ദിലീപിന് ഏതായാലും കുറച്ച് വർഷങ്ങൾ നഷ്ടപ്പെട്ടു. അദ്ദേഹത്തിന്റെ കരിയർ മൊത്തം തകർന്ന് തരിപ്പണമായി. വേറെ എന്തെങ്കിലും പ്രതികാരം ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അയാൾ കോടതിയിലേക്ക് പോകാനും മേൽക്കോടതികളെ സമീപിക്കാനും അല്ലെങ്കിൽ CBI അന്വേഷണമൊക്കെ ആവശ്യപ്പെടാനും സാധ്യതയുണ്ടെന്ന്. കാരണം നേരത്തെ ഒരു പ്രാവശ്യം CBI അന്വേഷണം ആവശ്യപ്പെട്ടിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ പിന്നെ മാത്രമല്ല നമുക്ക് ഇതിനകത്ത് ഒരുപാട് സംശയങ്ങൾ ഉണ്ടാവും. ഇപ്പൊ ഒരാള് ആരോപണം, രാഹുൽ മാങ്കൂട്ടം ഈ കേസിന്റെ തുടക്കം വന്ന് മുഖ്യമന്ത്രിക്ക് പരാതി കൊടുത്തു എന്ന് കേട്ടപ്പോഴേ മുൻകൂർ ജാമ്യം എടുത്തു. നേരെ മറിച്ച് ദിലീപിന് സ്വന്തം അഭിഭാഷകനുള്ള ഒരാളായിരുന്നു ബിസിനസ് രംഗത്ത്. അങ്ങനെയുള്ള ഒരാൾ പെട്ടെന്ന് ചെന്ന് ഒരു പേടിയില്ലാത്തത് കൊണ്ടല്ലേ അയാൾ ചെന്ന് പോലീസ് വിളിക്കുമ്പോ. ഇപ്പൊ സന്ദീപ് വാര്യന് പോലെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റിന്റെ പേരിൽ സന്ദീപ് വാര്യന് മുൻകൂർ ജാമ്യം എടുക്കാൻ പോയില്ലേ? ആരെങ്കിലും പോലീസ് വിളിച്ചാൽ ഉടനെ ഓടിച്ചെല്ലു. നമുക്കൊന്നും പേടിക്കാനില്ലെങ്കിൽ നമ്മൾ പേടിക്കാതിരിക്കുന്നത്. അത്രയ്ക്ക് ബുദ്ധിയില്ലാത്ത ആളാണ്. അല്ല, അതില് ദിലീപിന് അബദ്ധം പറ്റിയാണ്. ദിലീപിന് അതിനകത്ത് അമിത ആത്മവിശ്വാസം ഉണ്ടായിരുന്നു. അറസ്റ്റ് ചെയ്യുമെന്ന് ദിലീപ് വിളിച്ചില്ല. ഇല്ലെങ്കിൽ ദിലീപിനെ പോലെ ഒരാൾ ഒരിക്കലും മുൻകൂർ ജാമ്യം ഇല്ലാതെ പോയി കയറില്ല. അല്ലെങ്കിൽ അങ്ങനെ ഒരു അന്വേഷണ സംഘത്തിന്റെ മുമ്പിൽ ഒരു ദിവസം ആദ്യം ചെന്നപ്പോ തന്നെ അറസ്റ്റ് ചെയ്തതല്ല. പല ദിവസവും അദ്ദേഹം ഈ അന്വേഷണ ഉദ്യോഗസ്ഥരുടെ മൊഴിയെടുക്കലിന് എന്ന് പറഞ്ഞുകൊണ്ട് വിളിച്ചു. പക്ഷെ ചോദ്യം ചെയ്യലായിരുന്നു ഉണ്ടായിരുന്നത്. ആ ചോദ്യം ചെയ്യലുമായി ബന്ധപ്പെട്ട് അദ്ദേഹം പല ദിവസങ്ങളിൽ അന്വേഷണ സംഘത്തിന് മുമ്പിൽ പോവുകയൊക്കെ ചെയ്തു. അവിടെയൊക്കെ അദ്ദേഹത്തിന് വേണമെങ്കിൽ പ്രിക്കോഷൻ എന്ന് പറയുന്നത് പോലെ അതിന് കൃത്യമായിട്ടും അതെ അങ്ങനെയുള്ള മുന്നൊരുക്കങ്ങളോ ഒന്നും ഇല്ലാതെ ദിലീപ് പോയത്. സംശയം തോന്നുന്നത് ദിലീപിനെ അനുകൂലിച്ച ഒരാൾക്ക് വർത്താനം പറയാൻ പറ്റില്ല. അയാളുടെ അഭിഭാഷകൻ ആലോചിച്ച് നോക്കൂ. ഈ രാമപിള്ള എന്ന് പറയുന്ന അഭിഭാഷകൻ ആദ്യമായി ചെയ്യുന്ന കേസ് അല്ലല്ലോ ഇത്. 50 വർഷമായി, ഏതാണ്ട് 50 വർഷത്തോളമായിട്ട് പ്രാക്ടീസ് ചെയ്യുന്ന ഒരു അഭിഭാഷകൻ, 40-50 വർഷത്തിനിടയിൽ പ്രാക്ടീസ് ചെയ്യുന്ന ഒരു അഭിഭാഷകൻ, അതിൽ ഏറ്റവും പ്രശസ്തനായ അഭിഭാഷകൻ, അദ്ദേഹത്തിനെ കൂടി ഇതിനകത്തേക്ക് വലിച്ചഴിക്കാൻ ശ്രമിക്കുന്നു. എനിക്ക് മനസ്സിലാവുന്നില്ല. അത് മാത്രമല്ല, കഴിഞ്ഞ ദിവസം ഇറങ്ങിയ ഒരു ഊമക്കത്ത്, ഇതെല്ലാം കഴിഞ്ഞപ്പോ ഒരു പുതിയ ഊമക്കത്ത് വരും. ഈ ഊമക്കത്തിൽ പറയുന്നത് ദിലീപിന്റെ സുഹൃത്തായ ശരത്തിനെ പിന്നെ ഇത് ജഡ്ജ്മെന്റ് എഴുതി കാണിച്ചു. ശരത്തിൽ എന്തറിയാം? എന്നാ പിന്നെ രാമപിള്ള സാറിനെ കാണിച്ചു എന്നല്ലേ പറയേണ്ടത്? ശരത്തിൽ എന്തറിഞ്ഞിട്ട് ജഡ്ജ്മെന്റ് എഴുതി കാണിച്ച് അതില് പിന്നെ കൃത്യമായ ബാർഗൈനിങ് നടത്തി എന്നൊക്കെയാണ് പറയുന്നത്. ഇതെങ്ങനെയാണ് നമുക്ക് വിശ്വസിക്കാൻ കഴിയും? എനിക്ക് എന്റെ ബുദ്ധിയിൽ അത് വിശ്വസിക്കാൻ എനിക്ക് പറ്റുന്നില്ല. എന്ത് മനസ്സിലായിട്ടാണ് അതെ, നമ്മൾ മനസ്സിലാക്കുന്ന ശ്രീല ഈ ജഡ്ജ്മെന്റുമായിട്ട് ബന്ധപ്പെട്ടൊക്കെ പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കുന്നതാണ് ഇതൊരു ജഡ്ജ്മെന്റ് കൃത്യമായിട്ടും പബ്ലിക് ചെയ്യപ്പെട്ടിട്ടില്ല, അല്ലെങ്കിൽ പുറത്തു വന്നിട്ടില്ല. അത് 2000 പേജോളം ഉള്ള വിധി പകർപ്പെന്നൊക്കെയാണ് നമ്മൾ കേൾക്കുന്നത്. അറിയില്ല കേട്ടോ, ഇനി വരുമ്പോഴേ അറിയാൻ പറ്റും. അപ്പൊ ഈ ശ്രീല നേരത്തെ പറഞ്ഞ വളരെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യമുണ്ട്. അതായത് ഈ അന്വേഷണ സംഘം നൽകുന്ന ഫീഡുകൾ, ആ ഫീഡുകള് മറ്റൊന്നും ഇല്ലല്ലോ. ഇതില് വാർത്ത കൊടുക്കാൻ അല്ലെങ്കിൽ ഇപ്പോഴൊക്കെ പിള്ളേർ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ രാവിലെ അന്വേഷണ സംഘം നൽകുന്ന ഫീഡുകളോട് വെച്ചിട്ട് ഒരു സ്ക്രിപ്റ്റ് ഉണ്ടാക്കുകയാണ് ചെയ്യുന്നത്. അവർ തന്നെ ഒരു സ്ക്രിപ്റ്റ് ഉണ്ടാക്കുന്നു. പ്രത്യേകിച്ചും ക്രൈം കേസുകൾ അവർ തന്നെ ഒരു സ്ക്രിപ്റ്റ് ഉണ്ടാക്കിയിട്ട് അവർ തന്നെ അടിക്കുന്നു. അപ്പോ ഒരു വാർത്ത വരുമ്പോഴത്തേക്ക് മറ്റേ ചാനലുകാരെ വിളിച്ചിട്ട് ഈ അവന്റെ ക്രൈം റിപ്പോർട്ടറിനെ ചീത്ത വിളിക്കും. കാര്യം എടാ മറ്റവൻ ആ സാധനം അടിച്ചല്ലോ, നിനക്ക് കിട്ടിയില്ലേ? ഇപ്പൊ എല്ലാവരും സ്ക്രിപ്റ്റ് ഉണ്ടാക്കി അടിച്ചുകൊണ്ടിരിക്കുകയാണ്. കാര്യം അവരൊരു സ്ക്രിപ്റ്റ് എഴുതുന്നു, അവരടിക്കുന്നു. അപ്പൊ അതേ നടക്കുന്നുള്ളൂ. അപ്പൊ ഈ ദിലീപ് കേസിൽ തന്നെ ഇത്തരത്തിലുള്ള പലവിധമായ ഫീഡുകൾ ഇങ്ങനെ കൊടുത്ത് ദിലീപിനെ ടാണിഷ് ചെയ്യാൻ അല്ലെങ്കിൽ ദിലീപിന്റെ ഈ പ്രതിച്ഛായ വല്ലാതെ ഇല്ലാതാക്കുന്ന തരത്തിലുള്ള നിരവധിയായ
വാർത്തകൾ വന്നു. അതിൽ തന്നെ എനിക്ക് തോന്നുന്നു നമുക്കൊക്കെ കിട്ടിയ ചില ഫീഡുകളുണ്ട് കേട്ടോ. ഞാനത് നമ്മുടെയൊക്കെ സ്ഥാപനത്തിൽ ഞാനന്ന് ജോലി ചെയ്തിരുന്ന സ്ഥാപനത്തിലെ ചില റിപ്പോർട്ടർമാരൊക്കെ നൽകുന്ന ഫീഡുകളൊക്കെ കേട്ട് കഴിഞ്ഞാലുണ്ടല്ലോ, അതിജീവിതയെ വല്ലാതെ അപമാനിക്കുന്ന തരത്തിലുള്ള അത്തരത്തിലുള്ള ഫീഡുകൾ പോലും വന്നിട്ടുണ്ട്. അപ്പൊ ഇതൊക്കെ എടുത്ത് വാർത്ത കൊടുക്കാൻ വേണ്ടിയിട്ടൊക്കെ നമ്മുടെ അടുത്തൊക്കെ വരുമ്പോൾ നമ്മൾ പറയുന്നത് നടക്കത്തില്ല. ഇത് ആൾക്കാർ കയറി ഓഫീസ് അടിച്ചു പൊടിക്കുന്ന പരിപാടിയാണിത്. ഇത്തരത്തിലുള്ള ഫീഡുകൾ വിശ്വസിക്കാൻ പറ്റില്ല. അന്വേഷണ സംഘം തന്നെ കൊടുക്കുന്ന സാധനങ്ങളാണ് ഇതെല്ലാം. അപ്പൊ ആ തരത്തിൽ ദിലീപ് കേസുമായി ബന്ധപ്പെട്ട് നമ്പിനാരായണൻ കേസുമായി നമുക്ക് സാമ്യപ്പെടുത്താവുന്ന നിരവധിയായ മാധ്യമ ഇടപെടലുകൾ ഉണ്ടായിട്ടുണ്ട്. മാധ്യമങ്ങളുടെ വല്ലാത്ത താല്പര്യം ഉണ്ടായിട്ടുണ്ട്. മാധ്യമങ്ങൾ വല്ലാത്ത സെൻസേഷനലിസ്റ്റായി നമ്മൾ അത് നേരത്തെ മാത്രമല്ല പറഞ്ഞ പോലെ ഈ കിടപ്പറയിലെ ലാസ്റ്റ് കാണിച്ചൊരു തോന്നിവാസം തന്നെ പറയേണ്ടിയിരിക്കുന്നു. ദിലീപിന്റെ വീടിന്റെ മുകളിൽ ഡ്രോൺ ഉപയോഗിക്കുക. ഞാൻ ചോദിക്കും, ആ വീട്ടിൽ അഞ്ചോ ആറോ സ്ത്രീകളുള്ള വീട്, അവരുടെ പ്രൈവസിക്കും പ്രാധാന്യമില്ല. അവരാരും പ്രതികളല്ല. ദിലീപിന്റെ ചെറിയ കുട്ടി, ദിലീപിന്റെ മൂത്ത കുട്ടി, പിന്നെ അമ്മ, പിന്നെ ദിലീപിന്റെ ഭാര്യ, ദിലീപിന്റെ സഹോദരന്റെ ഭാര്യ, എത്ര സ്ത്രീകൾ ആ വീട്ടിലുണ്ട്? ആരാണ് ഈ ഡ്രോണും ഹെലിക്യാമും ഒക്കെ അവിടെ ഉപയോഗിക്കാനുള്ള അവകാശം കൊടുത്തത്? എന്താണ് അതിന്റെ കാര്യം? എന്താണ്? ദിലീപ് ഒരു ക്രിമിനൽ ആണെന്നാണ് ആ സെക്കൻഡ് വരെ പറഞ്ഞുകൊണ്ടിരുന്നത്. ഒരു ക്രിമിനലിന്റെ വീട്ടിലേക്ക് ഡ്രോൺ വെച്ചു, അയാൾ മാത്രമേ ഉള്ള വീട്ടിൽ പ്രതി. എന്താ കാണിക്കാൻ ശ്രമിക്കുന്നത് ചാനലുകാരൻ? 6 സ്ത്രീകൾ ആകാശ ദൃശ്യങ്ങളിൽ എന്തോ വലിയ അഭിരമിക്കുന്ന ഒരു മാധ്യമ സ്ഥാപനമാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അത് ഈ ആകാശ ദൃശ്യം എന്ന് പറഞ്ഞാൽ എന്തോ വലിയ സംഭവമാണ്. ലോകത്ത് ആദ്യമായിട്ട് ഞങ്ങളാണ് ഡ്രോൺ പറത്തുന്നത് എന്നുള്ള. ഇവിടെ കല്യാണക്കാര് കേരളത്തിലൊരു ശരാശരി ഒരു മീഡിയം ലെവലൊരു കല്യാണം നടക്കുന്ന സ്ഥലത്ത് അവന്മാര് പറത്താത്ത ഡ്രോണുകളൊന്നും ഇനി ഇവര് പറത്താൻ പറ്റില്ല. അതെ 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 അതെ. അപ്പൊ അതൊക്കെയാണ് ആകാശ ദൃശ്യങ്ങളിൽ ഈ പ്രത്യേക ഈ അഭിരമിക്കുന്ന ചില മാധ്യമങ്ങളും മാധ്യമ പ്രവർത്തകരും ഒക്കെ ഉണ്ട്. അപ്പൊ ശ്രീല നമ്മൾ ചുരുക്കുകയാണെങ്കിൽ ഇപ്പം നമ്മൾ നമ്പിനാരായണൻ കേസും ദിലീപിന്റെ കേസുമായി ഇങ്ങനെ താരതമ്യപ്പെടുത്തുകയായിരുന്നു. അപ്പൊ ഇതിൽ മാധ്യമ ഇടപെടൽ നോക്കിയാൽ തന്നെ, മാധ്യമങ്ങളുടെ താല്പര്യം നോക്കിയാൽ തന്നെ വല്ലാത്ത തരത്തിലുള്ള സാമ്യതകൾ, ഒരു വേട്ടയാടൽ ദിലീപിനെതിരെയും നമ്പിനാരായണനെതിരെയും ഉണ്ടായിട്ടുണ്ട്. ഈ സ്ത്രീകളെ കുറിച്ച് ഇപ്പൊ പ്രത്യേകിച്ച് മറിയം റഷീദ, ഫൗസിയ ഹസൻ, 2 സ്ത്രീകളും കൂടെ ആ കേസിന്റെ ഫ്രെയിമിലേക്ക്, ചാരക്കേസിന്റെ ഫ്രെയിമിലേക്ക് വന്നതോടെ എന്തെല്ലാം അന്നത്തെ മാധ്യമങ്ങൾ മറിയം റഷീദയെ കുറിച്ചും ഫൗസിയ ഹസനെ കുറിച്ചും. അപ്പുറത്തേക്ക് ദിലീപിന്റെ പേഴ്സണൽ വിഷയങ്ങൾ, മറ്റു വിഷയങ്ങളാണ് ഇവിടെ കൂടുതൽ ചർച്ചയായത്. അതാണ് നമുക്ക് സംശയം ജനിപ്പിക്കുന്ന മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. ഒരു കേസിന്റെ മെറിറ്റിൽ ചർച്ച ചെയ്യേണ്ടതിന് പകരം ദിലീപിന്റെ ഭാര്യയുടെ പേര് മാറ്റി സേവ് ചെയ്തിരുന്നു, ദിലീപ് മെസ്സേജ് അയച്ചിരുന്നു, ദിലീപ് അത് ഇതിന്റെയൊക്കെ ആവശ്യമില്ലല്ലോ. കൃത്യമായ കേസിന്റെ മെറിറ്റ് അല്ലേ ചർച്ച ചെയ്യേണ്ടത്. ഇപ്പൊ തന്നെ കഴിഞ്ഞ ദിവസം ഓരോ വിഷയത്തിലും വരുമ്പോൾ അങ്ങനെ തന്നെയാണ്. ദിലീപ് കോടതിയിലേക്ക് പോയപ്പോൾ ദിലീപിന് നേരത്തെ ഒരു വാദമാണ്, ദിലീപിന് നേരത്തെ അറിയാമായിരുന്നു ജഡ്ജ്മെന്റ് എന്താണെന്ന്. പക്ഷെ അകത്തോട്ട് പോയപ്പോഴുള്ള ശരീരഭാഷ ആയിരുന്നില്ല തിരിച്ചു വരും. ദിലീപിന് നേരത്തെ അറിയാമെങ്കിൽ ദിലീപിന് പേടിക്കാനൊന്നുമില്ലല്ലോ. കോടതി പോകുമ്പോൾ പേടിക്കാനുണ്ടോ? ഇറങ്ങി വരുമ്പോൾ അയാൾ നല്ല ധൈര്യത്തോടെ വന്നു. ഒരുപാട് വർഷം വേട്ടയാടപ്പെട്ട ഒരാൾ കോടതിക്കകത്ത് പോയി വിഷമിച്ച് നിന്ന ശേഷം തിരിച്ചു വരുമ്പോൾ ഒരു സന്തോഷം അയാൾക്ക് ഉണ്ടാവില്ലേ? അത് ഏത് മനുഷ്യനും ഉണ്ടാവില്ലേ ആ വിധി കേൾക്കുമ്പോ? അപ്പൊ അയാൾ തിരിച്ചു വന്നപ്പോ അയാളുടെ ശരീരഭാഷ മാറിയിരുന്നു. ഇതൊക്കെ എന്ത് മാധ്യമ പ്രവർത്തനം? എനിക്ക് മനസ്സിലാവുന്നില്ല. ഇതാണ് മാധ്യമ പ്രവർത്തനം. അതുപോലെ തന്നെ നിരവധി ആ സമയത്ത് എനിക്ക് ശ്രീലേക്ക് ഓർമ്മയുണ്ടാവുമല്ലോ, ഈ മാഡത്തിന്റെ കേസൊക്കെ, മാഡം, പിന്നെ 6 അടി പൊക്കമുള്ള വേറെ ഏതോ, ഇതിന്റെയും പിന്നിലുള്ള വേറെ ഏതോ മാസ്റ്റർ ബ്രെയിൻ, അങ്ങനെയൊക്കെ പലവിധം ിരുന്നു. അതുപോലെ പിന്നീട് വന്നൊരു സംഭവമാണ് ലാലിന്റെ മകനാണ് വാഹനം വായിച്ചു കൊടുത്തത്. ലാലിന്റെ മകനെയും ചോദ്യം ചെയ്തിട്ടുണ്ടോ? ഈ ആൾക്ക് ഈ ആക്രമിക്കപ്പെട്ട നടിക്ക് സ്വന്തം വാഹനമുണ്ട്. അന്ന് പറഞ്ഞത് ഇവരുടെ ഡബ്ബിങ്ങിന് വന്നു എന്നാണ്. എന്നാൽ ഇപ്പോൾ പറയുന്നത് രമ്യ നമ്പീശൻ എന്ന് പറയുന്ന നടിയുടെ വീട്ടിൽ താമസിക്കാൻ വന്നു എന്നാണ്. അപ്പൊ തന്നെ ഇവരുടെ, അതുപോലെ തന്നെ PT തോമസുമായി ബന്ധപ്പെട്ട, PT തോമസ് അല്ല, ഞാനാണ് പോലീസിനെ വിളിച്ചത് കഴിഞ്ഞ ദിവസം ലാല് മാറ്റി പറയുന്നു. ഇതിലൊക്കെ എന്തൊക്കെയോ എവിടേക്കോ നമുക്ക് അംഗീകരിക്കാൻ കഴിയാത്ത, ഇപ്പൊ ദിലീപിനെ പ്രതിയാണെന്ന് ചിന്തിക്കുന്നവർക്ക് ഇതൊന്നും ദിലീപ് പ്രതിയാണെന്ന് ചിന്തിക്കുന്നവർക്ക് ഇത് കാണില്ല. മുൻവിധികളില്ലാതെ ഈ കേസിനെ സമീപിക്കുന്ന, നടിക്ക് നീതി കിട്ടിയെന്ന കാര്യത്തിൽ ഒരു സംശയമില്ല. നടിക്ക് നീതി കിട്ടണം എന്ന കാര്യത്തിൽ പരമാവധി ശിക്ഷ അവർക്ക് കൊടുക്കണം. അതിന് യാതൊരു സംശയമില്ല. കാരണം അങ്ങനെ ഒരു നടിയെ ഉപദ്രവിച്ച സ്ഥിതിക്ക് തീർച്ചയായും, നടിയെന്നല്ല ആരെയും ഉപദ്രവിക്കുന്ന സ്ഥിതിക്ക് തീർച്ചയായും കിട്ടണം. ഇപ്പൊ 6 പേരും കുറ്റക്കാരാണ്, നേരിട്ട് കുറ്റത്തിൽ പങ്കെടുത്തതാണ്. ഇതിപ്പോ നമുക്കെല്ലാം ഇങ്ങനെയായിരിക്കും ഒരു വിധി വരുത്താൻ ഏകദേശം മനുഷ്യൻ ആ കേസ് പഠിക്കുന്നവർക്ക് മനസ്സിലാവും. അത് വെച്ചിട്ടാണ് ഈ ഉമ്മക്കത്ത് പറയുന്നത്. ഉമ്മക്കത്ത് ഊഹപോഹമായിരിക്കാം ഒരു പക്ഷെ സ്ഥിരമായി ഞാൻ മനസ്സിലാക്കുന്നത്, ഇതിനു മുമ്പ് പല കേസുകളിലും ഇങ്ങനെ ഈ രാംകുമാർ സാറിന്റെ പേര് വെച്ചിട്ട്, കെ രാംകുമാറിന്റെ പേര് വെച്ചിട്ടാണ് ഈ ഉമ്മക്കത്തുകളെല്ലാം വരുന്നത്. ഇങ്ങനെ നേരത്തെയും പല ഉമ്മക്കത്തുകൾ വന്നിട്ടുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. ഇത് ആദ്യത്തെ ഉമ്മക്കത്തല്ല. മാത്രമല്ല ഇവർ പറയുന്ന ഷേർലി എന്ന് പറയുന്ന ഒരു ജഡ്ജ് അവിടെ ജൂനിയറായി പോലും അവിടെ ഇല്ല എന്നാണ് പറയുന്നത്.
അപ്പൊ ഇതൊക്കെ എന്താണെന്ന് മനസ്സിലാവുന്നില്ല. ഈ കത്ത് ഇതിനെ സംബന്ധിച്ച കാര്യങ്ങൾ. അപ്പൊ ജുഡീഷ്യറിയെ കൂടി സംശയം നിഴലിൽ നിർത്താനുള്ള ശ്രമം, അതുപോലെ ഇരയ്ക്കൊപ്പമാണ് എന്ന് പറയുന്ന, അതിജീവിതയ്ക്കൊപ്പം എന്ന് പറഞ്ഞു നിൽക്കുന്ന റിപ്പോർട്ടർ ചാനലിലും അതുപോലെ ന്യൂസ് മിനിറ്റും, ഇവർ രണ്ടുമാണ് ഏറ്റവും കൂടുതൽ ഇവിടെ പ്രശ്നമുണ്ട്. അവരാണ് നിരന്തരമായി പൾസർ സുനിയുമായി ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. പൾസർ സുനിയുമായി ഏറ്റവും അടുപ്പമുള്ള രണ്ട് ചാനലും ഓൺലൈനും അവർ രണ്ടുമാണ്. അതിജീവിതയ്ക്കൊപ്പം നിൽക്കുന്നവർ വേട്ടക്കാരനെ വിളിച്ച് സംസാരിക്കുന്നു എന്നുള്ളത് എനിക്ക് മനസ്സിലാവുന്നില്ല. അതിന്റെ ആവശ്യം എന്തായിരുന്നു? എന്ത് കിട്ടാനാണ്? അതെ, ശ്രീ പറയുന്നത് നിരവധിയായ അന്വേഷണ സംഘത്തിന് സംസാരിക്കാം, പക്ഷെ അന്വേഷണം നടത്താം. അതെ ശ്രീല, നമ്മുടെ സാമാന്യ ബുദ്ധിക്ക് നിരക്കാത്ത നമ്മുടെ സാമാന്യ ബുദ്ധി കൊണ്ട്, സാധാരണക്കാരന് അവരുടെ കോമൺ സെൻസ് കൊണ്ട് ആലോചിച്ചാൽ പോലും പിടുത്തം കിട്ടാത്ത ഒത്തിരി കാര്യങ്ങൾ ഈ രണ്ട് കേസുകളുമായി ബന്ധപ്പെട്ടുമുണ്ട്. അതുകൊണ്ട് തന്നെയാണല്ലോ നമുക്ക് ഈ രണ്ട് കേസുകളിലും ഇത്തരത്തിലുള്ള ഒരുപാട് ദുരൂഹതകൾ സംശയിക്കേണ്ടി വരുന്നത്. അപ്പൊ നമ്മൾ ഈ ആമുഖമായി നമ്മൾ ശ്രീല സൂചിപ്പിച്ച പോലെ ദിലീപ് ഈ നിലയ്ക്ക് ഒരു നിയമ പോരാട്ടവുമായി നേരത്തെ അദ്ദേഹം CBI അന്വേഷണം ആവശ്യപ്പെട്ടു എന്നത് ശരിയാണ് എങ്കിൽ പോലും ആ ഘട്ടത്തിൽ അത് നിലവിലൊരു അന്വേഷണം നടത്തിയിരിക്കുമ്പോൾ അത് ഒറ്റയടിക്കുന്ന CBIക്ക് കൈമാറുന്നില്ലെന്ന് സാധാരണ മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. ഒരു അന്വേഷണ സംഘത്തിന്റെ അന്വേഷണം നടന്നുകൊണ്ടിരിക്കുന്നു. അതുമായി ബന്ധപ്പെട്ട വ്യവഹാരങ്ങൾക്കിടെ CBI അന്വേഷണം എന്ന് പറയുന്ന ദിലീപിന്റെ വാദം അത് ടെക്നിക്കലി താൽക്കാലികമായിട്ട് അത് ഈ കയറി കളിക്കുക എന്ന് പറയുന്നത് കയറിക്കളിയായിരുന്നോ എന്ന് സംശയിക്കുന്നവരുണ്ട്. പക്ഷെ ഈ ഒരു ഘട്ടത്തിൽ ദിലീപിന് വേണമെങ്കിൽ കൃത്യമായിട്ടും CBI അന്വേഷണമോ അല്ലെങ്കിൽ മേൽക്കോടതികളെ സമീപിച്ചുകൊണ്ട് തനിക്ക് നീതി കിട്ടണം, താൻ വേട്ടയാടി എന്നൊക്കെയുള്ള കാര്യങ്ങൾ നമ്പിനാരായണൻ കേസിലെ പോലെ തന്നെ സമാനമായി ഉന്നയിക്കാനുള്ളൊരു സാഹചര്യമുണ്ട്. അങ്ങനെയാണെങ്കിൽ സർക്കാരും പ്രോസിക്യൂഷനും ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണ ഉദ്യോഗസ്ഥരും ഒക്കെ പെട്ടുപോകുമോ എന്നും നമുക്ക് ഈ ഘട്ടത്തിൽ നമ്പിനാരായണൻ കേസ് മുൻനിർത്തിക്കൊണ്ട് ആലോചിക്കുമ്പോൾ ചിലപ്പോൾ അങ്ങനെ ഒരു സാധ്യത ഉണ്ടോ എന്നും സംശയിക്കേണ്ടി വരും.